മീഡിയാസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 8ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 550 മുകളിലുള്ള ഷോകൾ നമ്മൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 55,000 മുകളിലുള്ള ആളുകളാണ് സിനിമ കണ്ടിരിക്കുന്നത്. ഏകദേശം 38% ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അതായത് നൈറ്റ് ഷോ കഴിയുമ്പോഴത്തേക്ക് 48-50% മുകളിലായിരിക്കും ഒക്യുപ്പൻസി എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. ഇന്നലത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു നേരിയ ഇടിവ് എല്ലാ സിനിമകൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷവുമുണ്ട്. ഇന്ന് സിനിമ നേടിയിരിക്കുന്ന ഇതുവരെ 1 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അതായത് ഫൈനൽ 1,60,00,000 രൂപയോളം വരും. ഇന്നലെ 1,75,75,000 രൂപയായിരുന്നു വന്നിരുന്നത്. അതായത് റൗണ്ട് ഓഫ് ചെയ്ത് 1,76,00,000 രൂപ എന്ന് പറയാം. ഇന്നലെയും 2.5 കോടിക്ക് അടുത്ത് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. ഇന്നും 2.25 കോടിക്ക് അടുത്ത് തന്നെയായിരിക്കും സിനിമ നേടാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ഏറെയും ആരാധകർ ഇഷ്ടപ്പെട്ട പ്രണവ് മോഹൻലാലിൻ്റെ പ്രകടനവും ധ്യാൻ ശ്രീനിവാസനും ഒപ്പം വലിയ താരനിരയോടുകൂടി തന്നെ വരികയും ഞെട്ടിപ്പിക്കുന്ന നിവിൻ പോളിയുടെ പ്രകടനവുമൊക്കെയായി ഈ സിനിമ കുതിച്ചുയരുമ്പോൾ ഒരു കാര്യം ജനങ്ങളെല്ലാം പറയുന്നു, വേറെ ഒന്നുമല്ല, ഇത് വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത്. എന്താണേലും നമുക്ക് ഒരു മികച്ച സിനിമ തന്നെയാണ് കാണാൻ കഴിയുന്നത്. യൂത്ത് വിങ്ങിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ നടീനടന്മാരെയും നിരത്തിക്കൊണ്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ 50 കോടി ക്ലബിലേക്ക് സിനിമ നാളെ കൊണ്ട് കയറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ഇന്നുകൊണ്ട് തന്നെ കയറാനുള്ള ചാൻസുകൾ ഏറെയാണ് എന്നുള്ളതാണ്. ഗൾഫ് മേഖലയിൽ മഴ ശക്തമായതുകൊണ്ട് അവിടെ നേരിയിടിവെന്നല്ല, ഒരു നല്ല ഇടിവ് എല്ലാ സിനിമകൾക്കും ബാധിക്കുന്നുണ്ട്. കാരണം അവിടെ വലിയ പ്രളയം തന്നെയായിരുന്നു കഴിഞ്ഞ 2 ദിവസം, ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ മലയാള സിനിമയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം മാത്രമല്ല, ആവേശം അതേപോലെ തന്നെ ആട് എല്ലാത്തിനും അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും കേരള ബോക്സ് ഓഫീസിൽ കൊലത്തൂക്ക് തന്നെയാണ് സിനിമ തൂക്കുന്നത്. ഏകദേശം 23 കോടി കഴിഞ്ഞിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇന്ന് അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് 50 കോടി ക്ലബ്ബ് ഉറപ്പിച്ചിരിക്കും ഈ സിനിമ. ഒരു പക്ഷേ ഇന്ന് രാത്രി കൊണ്ട് തന്നെ 50 കോടി ക്ലബ്ബിൽ കയറിയാലും അത്ഭുതങ്ങളൊന്നുമില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രീൻ മീഡിയ.